പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ടർപ്പൻ്റാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ വൃത്തികെട്ട ഒരു മണവും, ഭയങ്കര ഗ്യാസാണ്. നമുക്കിത് തുറന്ന് കുറച്ച് അകലെ വെച്ചാൽ പോലും നമ്മുടെ മൂക്കിലോട്ട് ആ ഗ്യാസ് അടിച്ച് കയറും. അപ്പോൾ ഇതുകൊണ്ട് വരയ്ക്കുമ്പോഴുള്ള ഗുണവും ദോഷവും എന്താണെന്ന് നോക്കാം. നമ്മൾ വലിയ പീസിലൊക്കെ ചില ഡിസൈനുകൾ വരയ്ക്കാനായിട്ട് കളറൊക്കെ വാഷ് ചെയ്തിട്ട് വരയ്ക്കുന്ന ആളുകൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരയൊക്കെ മൊത്തം കുളമായിട്ട് പോകും. അപ്പോൾ നമുക്കിതുകൊണ്ട് എങ്ങനെ വരയ്ക്കാം, എന്തൊക്കെ വരയ്ക്കാം എന്നുള്ളത് നോക്കി നോക്കാം. വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോൾ പല ആളുകൾക്കും പല രീതിയിലുള്ള ടർപ്പൻറ്റുകളായിരിക്കും ആവശ്യം. അപ്പോൾ ഫാസ്റ്റായിട്ട് ലൈനൊക്കെ ഇടുന്ന വർക്കുകൾക്ക് ഈ ടർപ്പൻറ്റ് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് ഒലിച്ചിറങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അവിടെ ഉണങ്ങി സെറ്റാവും ഈ ടർപ്പൻറ്റ്. അത്രയും ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്ന ഒരു ടർപ്പൻ്റാണ്. പക്ഷേ ഇതിൻ്റെ മണം ആണ് സഹിക്കാൻ പറ്റാത്തത്. റൂമിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര മണമായിരിക്കും. നമ്മൾ ശരിക്കും തല ഇറങ്ങുന്ന പോലത്തെ ഫീല് തോന്നും. പിന്നെ നമുക്ക് ഇതുപോലെ ഓരോ ലൈൻസൊക്കെ ഇട്ടിട്ട് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ടർപ്പൻറ്റ് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കുറേ ലൈൻസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒറ്റ ലൈൻസ് ഇട്ട് തട്ടി കൊടുക്കുകയാണെങ്കിലാണ് കറക്റ്റായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല.